ഹലോ, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? എന്താടാ? കോളേജിന്റെ മാനേജ്മെന്റ് ഒക്കെ മാറാൻ പോവാണത്രേ. വേറൊരാൾ വാങ്ങിയത്രേ. അതാരാണ്ടാ വാങ്ങിയത്? ഏതോ ഒരു കർണാടക സ്റ്റേറ്റിൽ താഴെ അവിടെ കുട്ടികൾ പറഞ്ഞിട്ടതാ. ഏതോ ഒരു ബെല്ലാരി രാജ. ബെല്ലാരി രാജയോ? എന്ത് പേരാടാ? പേര് കേൾക്കുമ്പോ തന്നെ എന്തോ മാതിരി. അവിടെ അറിയപ്പെടുന്ന വലിയൊരാളാണെന്ന് കേട്ടത്. അയ്യോ, അപ്പൊ ഇനി നമ്മളെ വരണൊന്നും ഇവിടെ നടക്കൂലേ? മാനേജ്മെന്റ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുള്ളൂ. നമുക്ക് രംഗണ്ണനോട് പറഞ്ഞാലോ? ആ, നന്നായിട്ടുണ്ട്. രംഗണ്ണനും ബെല്ലാരി രാജയും. ഹാ ഹാ, ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന ചെറുക്ക. നമ്മൾ എല്ലാ ഫ്രീഡം പോയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി ഇവിടൊക്കെ എന്തൊക്കെയോ നടക്കാണാവോ? എന്തായാലും പേരൊക്കെ കേൾക്കുമ്പോ നല്ല വെറൈറ്റി ഉണ്ട്. ആളെങ്ങനെയാണാവോ? എന്തായാലും നമുക്ക് രംഗണ്ണനോട് പോയി കാര്യം പറയാം. ഒരു മുൻകരുതൽ നിൽക്കാലോ. ആളെങ്ങനെയാണെന്ന് അറിയില്ലല്ലോ സ്വഭാവമൊക്കെ. എപ്പൊക്കെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലോ? മോനെ, എന്താണ് നിന്റെ വിശേഷങ്ങളൊക്കെ? എന്ത് വിശേഷം രംഗണ്ണ? കോളേജത്തെ മാനേജ്മെന്റ് ഒക്കെ ആകെ മാറി. അത് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്നത്. നമുക്കൊക്കെ ശരിയാക്കാം. ഈ പിള്ളേരൊക്കെ ഇങ്ങനെ നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കും. ശരിയല്ലേ രംഗണ്ണ? ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്ത് പ്രശ്നം? അയാൾ നാളല്ലേ വരുന്നേ? അപ്പൊ നാളെ ഞാൻ അവിടേക്ക് വരാം. ഓ, രംഗണ്ണനെ കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത്. അല്ല, ഈ വരുന്ന ആളെ പേരെന്താണ്? ഏതോ ഒരു ബെല്ലാരി രാജയാണത്രേ. ബെല്ലാരി രാജ. നമസ്കാരം. കനകരാജേ, നിന്റെ പണപിടപാട് പോലെയല്ല എന്റെ അടിപിടപാട്. കൊടുത്തത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് കൊടുത്തിരിക്കില്ല. അയ്യോ, എന്റെ പൊന്ന് മാണിക്യം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ കയ്യിൽ നാപത്തിൽ പറ്റിപ്പോയതാ. ഒരിക്കലും ഞാൻ ചെയ്യൂല. മോനെ, ഞാൻ ഒന്ന് രക്ഷിക്കാൻ പറയടാ. ഇത് നിന്റെ അവസാനത്തെ ശ്രമമായിരിക്കും. ഇനി ഒരിക്കലും നീ ചെയ്യില്ല. അതിനുള്ള സമ്മാനമേ നീ ഇതാ പിടിച്ചോ. കണ്ണന്തിരി വന്ന് കാണിക്കളേ. ഇവൻ തുടർന്ന് വണ്ടി കൂടി തിന്നോ? ഒക്കെ കൊടുക്കാറുണ്ടെന്ന്. എന്താണാവോ? നല്ല ഉഷാറില്ലല്ലോ അവർക്ക്. അണ്ണാ, നാളെയാണ് കേരളത്തിക്ക് അങ്ങനെ ഒരു കാറുണ്ടല്ലേ? ഞാനെന്ത് മറന്നു. എന്തായാലും നാളെ രാവിലെ തന്നെ പോവാ നമുക്ക്. രാജമാണിക്യം ഇതാ അടുത്തു തന്നെ എത്തിയിരിക്കുന്നു. അടുത്ത നിമിഷത്തിൽ നമ്മൾ വരവേൽക്കുന്നതാണ് രാജമാണിക്യത്തെ. ഭയങ്കര സ്വീകരണമാണല്ലോ. എന്തായാലും നമ്മൾ അടിച്ചു പൊളിക്കാൻ ഇവിടെ വന്നിട്ട് എല്ലാവരും നമ്മളെ കാത്തിരിക്കാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കോളേജിൽ കാലുകുത്തുന്നു. അതെന്താ? നീ മുൻപ് കോളേജിൽ പോയിട്ടുണ്ടാ? പിന്നെ നീ തള്ളാണ്ട് അവിടെ ഇരിക്കും. അണ്ണാ, അവരെത്തി അണ്ണാ. എത്തിയോ? ഞാൻ വരുന്നു. അണ്ണാ, തോക്കെടുക്കണം അണ്ണാ. ഞാൻ പറയാൻ പെടുത്താൻ മതി.